നിങ്ങളിൽ പലരും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചുമൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ? അതിൽ തന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ പരിശീലന മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നിക്കാണ് 369 മെത്തേഡ്. നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു രീതി പരീക്ഷ നോക്കിയിട്ടും ഉണ്ടാകും. ഇത് ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും, പക്ഷേ മറ്റു ചിലർക്ക് ഒരു ഫലവും കിട്ടിയിട്ടും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഒരേ ടെക്നിക്ക് ചിലർക്ക് വർക്ക് ചെയ്യുകയും അതുപോലെ മറ്റു ചിലർക്ക് പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നത്? നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റാണ്, ട്രെയിനറാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഈ 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ശരിക്കും പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഞാൻ തന്നെ നേരിട്ട് ഈ ടെക്നിക്ക് 30 ദിവസം തുടർച്ചയായിട്ട് ഒരു പരീക്ഷണമായിട്ട് ചെയ്തു നോക്കാൻ എൻ്റെ ഒരു ക്ലയൻറ്റിനോട് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒന്ന് നിർദ്ദേശിച്ചിരുന്നു, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ 30 ദിവസങ്ങളിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നും മാനിഫെസ്റ്റേഷനെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന പല ധാരണകളെയും തിരുത്തി കുറിക്കുന്ന ഒരു സൈക്കോളജിക്കൽ സീക്രട്ടുമായിട്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണണം. ആദ്യമായിട്ട് എന്താണ് ഈ 369 ടെക്നിക് എന്ന് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. മഹാനായ ശാസ്ത്രജ്ഞൻ ശ്രീ നിക്കോള ടെസ്ലയുടെ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 369 എന്നീ സംഖ്യകൾക്ക് പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ തുറക്കാനുള്ള കഴിവുണ്ട് എന്നാണ്. അപ്പോൾ ഈ ടെക്നിക്ക് പ്രകാരം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം, അത് ഒരു ജോലിയോ പണമോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ അതെന്തുമാകട്ടെ, അത് സാധിച്ചു കഴിഞ്ഞു എന്നുള്ള വിധത്തിൽ പ്രസൻറ്റ് ടെൻസിൽ ഒരു ഡയറിയിൽ എഴുതണം. ഉദാഹരണത്തിന്, എനിക്ക് വിദേശത്ത് മികച്ച ഒരു ജോലി ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും കൃതജ്ഞനുമാണ് എന്ന് എഴുതുക. ഇനി ഈ വാചകം രാവിലെ എഴുന്നേറ്റ ഉടനെ 3 തവണ ഒന്ന് ആവർത്തിച്ചെഴുതണം. വീണ്ടും നിങ്ങളുടെ ഡയറിയിൽ എഴുതണം. ഉച്ചയ്ക്ക് 6 തവണ എഴുതണം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് 9 തവണ എഴുതണം. അതായത് ഒരു ദിവസം ആകെ 18 തവണ നിങ്ങൾ ഈ കാര്യം ഡയറിയിൽ എഴുതുകയാണ്. ഇത് തുടർച്ചയായിട്ട് 30 ദിവസമെങ്കിലും ചെയ്യണം. ഇതാണ് സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന 369 മെത്തേഡ്. ഇതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ടെക്നിക്ക് ശരിക്കും വർക്കാകുമോ? ഇതറിയാൻ വേണ്ടി എന്നെ കാണാൻ വന്ന രേഷ്മ എന്ന ഒരു പെൺകുട്ടിയോട് ഞാൻ ചെയ്തു നോക്കാൻ പറഞ്ഞതിനെക്കുറിച്ചും അയാളുടെ അനുഭവത്തെക്കുറിച്ചും ഒന്ന് പറയാം. അപ്പോൾ രേഷ്മയോട് ഞാൻ ഇതൊന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, രേഷ്മ പുറത്തേക്ക് പോകാൻ വേണ്ടി കുറേ നാളുകളായിട്ട് വിസയ്ക്ക് വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയായിരുന്നു. 1 മാസത്തേക്ക് മറ്റാരോടൊന്നും പറയാതെ ഈ ഡയറി എഴുതാൻ, അതായത് ഈ കാര്യങ്ങൾ എഴുതാൻ ഞാൻ അവളോടൊന്ന് പറഞ്ഞു. കാരണം ആരോടും പറയാതെ എഴുതണമെന്ന് പറഞ്ഞതിന് മറ്റൊരു കാരണമുണ്ട്, അത് പിന്നാലെ പറയാം. അപ്പോൾ ആദ്യത്തെ 7 ദിവസങ്ങൾ രേഷ്മയ്ക്ക് ഭയങ്കര ആവേശമായിരുന്നു. രാവിലെ 3 തവണ എഴുതി, ഉച്ചയ്ക്ക് 6 തവണ എഴുതി, രാത്രി 9 തവണ എഴുതി. അവൾ വളരെയധികം സന്തോഷവതിയായിട്ട് വളരെയധികം പ്രതീക്ഷകളോടുകൂടി തന്നെയായിരുന്നു അതെഴുതിയിരുന്നത്. അതവൾക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. അതായത് ആ വിസ ലഭിച്ചാലുണ്ടാകുന്ന സന്തോഷമില്ലേ, അതിലൂടെ ആ ജോലി കിട്ടിയാലുണ്ടാകുന്ന ആ ഒരു ആനന്ദമില്ലേ, അത് ശരിക്കും അവൾക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ 8ാമത്തെ ദിവസം മുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി തുടങ്ങി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഇത് 9 തവണ വീണ്ടും എഴുതുക എന്ന് പറയുന്നത് അവൾക്ക് ചെറിയൊരു ഭാരമായിട്ടൊക്കെ തോന്നാൻ തുടങ്ങി. കൈകൾ കഴിക്കാൻ തുടങ്ങി. ആരോ എന്തോ നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് പോലെ, അതായത് ഒരു ഫീലിങ്ങും ഇല്ലാതെ വളരെ യാന്ത്രികമായിട്ട് അവൾ ആ വരികൾ വെറുതെ ഇങ്ങനെ എഴുതി തള്ളിക്കൊണ്ടേയിരുന്നു. അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇത് ഒരു പരീക്ഷണമായതുകൊണ്ട് തന്നെ, ഞാൻ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ, എന്നിലുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെ അവൾ ആ 30 ദിവസവും അത് കഷ്ടപ്പെട്ട് പൂർത്തിയാക്കി എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നുന്നു? സംഭവിച്ചിട്ടുണ്ടാവുമോ? നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യും.
വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയായാലും, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒരു അത്ഭുതം പറയട്ടെ. അവൾ ആഗ്രഹിച്ചിരുന്ന ആ വിസ കൃത്യം 27ാമത്തെ ദിവസം അവൾക്ക് കിട്ടി. അതായത് ആ ടെക്നിക്ക് വിജയിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നും. ആളെ ഏകദേശം 8 ദിവസം വരെ മാത്രമേ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളൂ. 8ാമത്തെ ദിവസം മുതൽ അവൾക്ക് ബോറടിച്ചിട്ടും അതൊരു ഭാരമായിട്ട് തോന്നിയിട്ടും പിന്നെ എങ്ങനെയാണ് വിസ കിട്ടിയത് എന്നുള്ളത്. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള 2 സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, ആദ്യത്തെ 7 ദിവസങ്ങളിൽ അവൾ വളരെ സന്തോഷത്തോടെ, അങ്ങേയറ്റത്തെ ആവേശത്തോടെ തന്നെയായിരുന്നു അത് എഴുതിയത്. ആ ആദ്യത്തെ ഒരാഴ്ചത്തെ, അതായത് 7 ദിവസത്തെ ശക്തമായിട്ടുള്ള വികാരങ്ങൾ, ഹൈ വൈബ്രേഷൻ, അവളുടെ ഉപബോധ മനസ്സിലെ ഒരു പുതിയ വിശ്വാസത്തെ, സബ് കോൺഷ്യസ് അസംഷൻ എന്ന് പറയും, പുതിയ വിശ്വാസത്തെ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അവളെ സഹായിച്ചു. ആഗ്രഹത്തിൻ്റെ വിത്ത് കൃത്യമായിട്ട് ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാകിക്കഴിഞ്ഞിരുന്നു. ഉപബോധ മനസ്സ് അതിനെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. ഇനി രണ്ടാമത്തെ കാരണം, ഈ 8ാമത്തെ ദിവസം മുതൽ അവൾക്ക് ബോറടിച്ചപ്പോൾ അവൾ അറിയാതെ തന്നെ അവിടെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് സംഭവിച്ചു. അതായത് എനിക്ക് വിസ കിട്ടുമോ ഇല്ലയോ എന്നുള്ള അമിതമായിട്ടുള്ള ഉത്കണ്ഠയും വ്യഗ്രതയും എല്ലാം വാസ്തവത്തിൽ അവൾക്കവിടെ ഇല്ലാതാവുകയാണ് ചെയ്തത്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഈ ലെറ്റ് ഇറ്റ് ഗോ എന്നൊക്കെ പറയുന്നില്ലേ, അതേമാതിരി. അതായത് അവളവിടെ വെറുതെ ഒരു ഡ്യൂട്ടി പോലെ, ഒരു കടമ പോലെ അത് എഴുതി തള്ളുകയായിരുന്നു ചെയ്തത്. വാസ്തവത്തിൽ ഒരു കാര്യത്തോടുള്ള അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഇല്ലാതാകുന്ന സമയത്താണ് പ്രപഞ്ചം അത് വളരെ വേഗത്തിൽ തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ലെറ്റ് ഇറ്റ് ഗോ അവൾക്ക് വളരെ വലിയ രീതിയിൽ തന്നെ സഹായകരമായി. ഇവൾ ആശങ്കയോ ആകുലതയോ കൊണ്ടിട്ടല്ല അത് നിർത്തിയതല്ല, ആ ഒരു മാനസികാവസ്ഥ അവിടെ വന്നത്. പൂർണ്ണമായിട്ടുള്ള വിട്ടുകൊടുക്കൽ അവിടെ സംഭവിച്ചു, യാദർച്ഛികമായിട്ടാണെങ്കിൽ പോലും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു സത്യമുണ്ട്. ഡയറിയിൽ കുറേ നമ്പറുകൾ എഴുതി വയ്ക്കുന്നതിലോ അല്ലെങ്കിൽ ആ പേനയിലോ ഒന്നുമല്ല, അവിടെയൊന്നുമല്ല എൻ്റെ മാജിക് ഇരിക്കുന്നത്, അത്ഭുതം ഇരിക്കുന്നത്. ഈ എഴുതുന്നതിൻ്റെ എല്ലാം ഒരേ ഒരു ലക്ഷ്യം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു പുതിയ വിശ്വാസം, അതായത് സബ് കോൺഷ്യസ് അസംഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത്രയേ ഉള്ളൂ. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്ന സജഷനുകൾ, കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എപ്പോഴും പോസിറ്റീവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് തുടക്കത്തിലെങ്കിലും ശാന്തമായിട്ടുള്ള അതിൻ്റെ ഒരു വൈകാരിക ഭാവവും കൂടി ഫീൽ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം. അതില്ലാതെ വെറുതെ എഴുതള്ളിയാൽ പോരാ, തുടക്കത്തിലെങ്കിലും ആ വൈകാരിക ഭാവം അങ്ങനെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റണം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കഠിനാധ്വാനമൊന്നുമല്ല, അത് ഒരു ക്രിയേഷൻ. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ഫോർമുല അല്ല എന്നുള്ളതാണ്. ചില ആളുകൾക്ക് 369 മെത്തേഡ് ഡയറിയിൽ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർക്കത് വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. പക്ഷേ മറ്റു ചിലർക്കാണെങ്കിൽ ഇത്രയും പ്രാവശ്യം എഴുതുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് എഴുതുന്നൊരു ഭാരമായിട്ട് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾ അത് തുടരേണ്ടതില്ല. കാരണം അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. പകരം നിങ്ങളുടെ മനസ്സിന് ഏറ്റവും എളുപ്പമുള്ള മറ്റ് ടെക്നിക്കുകളുണ്ട്. അതൊരു പക്ഷേ വിഷ്വലൈസേഷൻ ആകാം, അല്ലെങ്കിൽ അഫർമേഷൻ ആകാം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാകാം, അങ്ങനെ എന്തുമാകാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്ന ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കുകൾ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഇനി അതുമല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് അഫർമേഷൻ കേൾക്കുന്നത് കുറേ അധികം പേരിൽ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്.
കാരണം ആ സമയത്ത് ഈ വരുന്ന നിർദ്ദേശങ്ങൾ നേരെ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ കണക്റ്റ് ആവും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ മാർഗം ഏതാണ് എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾ ഏത് ടെക്നിക്ക് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഫീൽ ചെയ്യുന്നത്, അതാണ് നിങ്ങൾക്കുള്ള ടെക്നിക്ക്. അതല്ലാതെ മറ്റൊരാൾക്ക് വിജയം കിട്ടി, മറ്റൊരാൾക്ക് കാര്യം സാധിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞിരുന്ന ടെക്നിക്കല്ല. നിങ്ങൾക്ക് ഏത് ടെക്നിക്ക് ചെയ്യുമ്പോഴാണോ കൂടുതൽ സമാധാനം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്, ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത്, മനസ്സ് നിറഞ്ഞിരിക്കാൻ പറ്റുന്നത്, അതാണ് നിങ്ങൾക്കുള്ള ടെക്നിക്ക്. ഇനി എത്രയൊക്കെ ടെക്നിക്കുകൾ മാറ്റി മാറ്റി പരീക്ഷിച്ച് നോക്കിയാലും നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ കാരണം എന്തൊക്കെ ചെയ്താലും ഒന്നിനോട് പോസിറ്റീവ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത വ്യക്തികൾ ഉണ്ട്. എത്രയൊക്കെ ശ്രമിച്ചാലും ഉപബോധ മനസ്സിലെ ആ പഴയ സങ്കടങ്ങളും പരാജയ ഭീതികളുമൊക്കെ നിങ്ങളെ ചിലപ്പോൾ എപ്പോഴും പിന്നോട്ട് വലിക്കുന്നുണ്ടാകും. ഈ വിധത്തിൽ സ്വന്തം മനസ്സിൻ്റെ ബ്ലോക്കുകളിലൊക്കെ പെട്ടുപോയിട്ട് ജീവിതത്തിൽ സ്ട്രക്കായി നിൽക്കുന്ന ആളുകളെ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ, അത്ഭുതകരങ്ങളായിട്ടുള്ള വിജയങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടി ഞാൻ ആൽക്കമി 2.0 എന്നുള്ള എക്സ്ക്ലൂസീവ് മെൻറ്ററിങ് പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊരു ഓൺലൈൻ ട്രെയിനിങ് ആണ്. നിങ്ങൾക്കറിയാം, ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റുന്ന ഒരു പുരാതന വിദ്യയാണ് ആൽക്കമി എന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ പരാജയബോധത്തെയും ഭയത്തെയും ഒക്കെ പൂർണ്ണമായിട്ടും മാറ്റി അഡ്വാൻസ്ഡ് ഹിപ്നോതെറാപ്പിയിലൂടെ, അതുപോലെ തന്നെ ഡീപ്പ് സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിലൂടെയൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് അനായാസം നിങ്ങളെത്തിക്കാൻ പറ്റുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ യാത്രയാണ് ആൽക്കമി 2.0. ജീവിതത്തിലെ വളരെ വലിയൊരു കുതിച്ചുചാട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പ്രോഗ്രാമിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അതിൻ്റെ രജിസ്ട്രേഷനും വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന 8086089337 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, അത്ഭുതങ്ങളിരിക്കുന്നത് ഡയറിയിലോ നമ്പറുകളിലോ ഒന്നുമല്ല. അത് നിലനിൽക്കുന്നത് നിങ്ങളുടെ തന്നെ ഉപബോധ മനസ്സിലാണ്. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഒന്ന് സെറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന വിധത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ഇന്ന് തന്നെ ആരംഭിക്കൂ. നിങ്ങളുടെ മനസ്സിലെ ആ ലക്ഷ്യം എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി ചേർക്കൂ. അതിൻ്റെ മഹത്തരമായിട്ടുള്ള തുടക്കം ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്നാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ആ സുഹൃത്തിനെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങളും ആഗ്രഹങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ.